ഞാപ്പോ എന്താ കാട്ട് ഉറങ്ങാനും സമ്മതിക്കൂല ജി. ഉമ്മാന്റെ ചീത്ത കേട്ടിട്ട് ഞാനിവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്തൊർക്കാണത് കുഞ്ഞാപ്പോ സമ്മതിക്കൂല ജി. ആ കുട്ടി ശരി സെഫാത്താന്റെ മക്കളൊക്കെ വന്നീന്നല്ലോ. അന്ന് ഒറ്റകൾ ചേറി പൊളിച്ചിട്ട് കെട്ടി കൊടുത്തതാണ്. എനിക്ക് നല്ല രസല്ലേ? പൊട്ടി ചാടണ്ട. എന്നോട് പറയാന് ഇമ്മ ഇനി അടിക്കാൻ വന്നടാ. ഞാന് പറഞ്ഞത് തെറ്റായില്ലേ? എന്ത് ഉമ്മാന്റെ കല്യാണത്തിന് വിളിച്ചിടാന്ന് തെറ്റന്നല്ലേ? തന്നെ എന്നാലും മകന് വിളിച്ചുകൂടാഞ്ഞില്ലല്ലേ? എന്താ ചെയ്യാ? ഉമ്മ അറിഞ്ഞ് നാട്ടുകാരെ കൊണ്ട് പറിപ്പിച്ച് ചീന്നറിയിട്ട് പിന്നെ അടിക്കാൻ വന്ന്. എന്നിട്ട് ഇപ്പൊ ഉമ്മ സമാധാനായിട്ട് അവിടെ പോയിക്കണ്. അത് നിലത്ത് തട്ടിക്കണത് അന്റെ ഒരു കാര്യാലോചിക്കണം. ഇമ്മ പറഞ്ഞേ ഇനി അങ്ങനൊന്നും പറയതിട്ടാണ്. ഞാൻ ഇനി പറയില്ല കേട്ടോ, പാവായില്ലേ? വിഷമായത്രേ. വിഷമാവല്ലോ, വർത്താനല്ലേ പറഞ്ഞത്. എനിക്ക് വിഷമായിക്കണ്. ഇമ്മ എന്നോട് പറഞ്ഞിട്ടല്ലേ, അപ്പൊ വിഷമായില്ലേ? ഇമ്മ അറിയാ ഞാപ്പൊ എന്നോട് ഞാപ്പൊ എന്താ പറയാ? അങ്ങനൊന്നും പറയാൻ പാടില്ലല്ലോ. നാട്ടുകാരൊക്കെ കേട്ട എന്താ പറയാ? ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് കിട്ടാൻ വേണ്ടി നടക്കുകയാണ്, വെട്ടി ചുരുക്കാനേന്ന്. അങ്ങനൊക്കെ ഉണ്ടാവൂലേ? നീട്ടി ചിരിക്കലൊക്കെ ഉണ്ടാവൂലേ? ഇവിടെ കൊറേ കാലായി മൂത്താപ്പ വന്നിട്ട്. ഇന്നലെ വന്നിരുന്നു. ഇന്നലെ വന്ന് മൂത്താപ്പ ഇവിടെ എന്താണ് ഇതുണ്ടല്ലോ നാടൻ മരുന്ന്, ആയുർവേദ അവിടേക്ക് വന്നാത്രേ. മൂത്താപ്പൊക്കെ മോനെ കജ്ജും കാലൊക്കെ കടയത്രേ. എന്നിട്ട് മൂത്താപ്പ പറയാ എന്താണ് മൂത്താപ്പാന്റെ അടുത്തുള്ള പെരക്കാരുണ്ടല്ലോ, അവിടെ മൂത്താപ്പ കോഴിനെ മേടിച്ചിട്ടുണ്ട് കേട്ടാ. കോഴിക്കുട്ടികളെ പോകുമ്പോ ഓരോ പെരേക്ക് പോയി ചിക്കി പറിച്ചു അത്രേ. അപ്പൊ മൂത്താപ്പ അറിയാ ഓറ്റങ്ങള് കൂടത്തറം ചെയ്തതാവും. കജ്ജ് എന്നിട്ട് എന്താണ് മൂത്താപ്പാക്ക് എന്നും സീണാത്രേ. കജ്ജും കാലും കടച്ചിലാണ്. അപ്പൊ ആരെ പറഞ്ഞിട്ട് നിങ്ങൾ ആയുർവേദിക് മരുന്ന് കാണിച്ചത്? അത് അപ്പൊ മുത്താപ്പ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നല്ല, എന്റെ മൂത്തുമ്മ സമ്മതിക്കണില്ല, നിങ്ങൾ കോഴിക്കോടി മനസ്സിലാ പറഞ്ഞയച്ചാണ്. മൂത്തുമ്മ പറയണ്ടത്ര നമ്മക്ക് കൂടത്ര ആരാ ചെയ്ത് പഠിച്ചോന് ഒരിക്കൽ കൊടുത്തോളൂ. കൂടത്രം ചെയ്തിട്ടുണ്ടാവോ? എനിക്ക് ഇടയ്ക്ക് കാല് കടച്ചിലുണ്ട്. പറയാൻ പറ്റില്ല, കൂടോത്രൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്റെ കാര്യം ഇടയ്ക്ക് കടച്ചിലുണ്ടടാ. അടി കിട്ടായിട്ടുള്ള കടച്ചില്ല, എനിക്ക് അടി കിട്ടായിട്ടുള്ള കടച്ചിലാവോ? അങ്ങനെ എന്നിട്ട് മോനെ മുതാപ്പ അവിടെ വർത്താനം പറഞ്ഞു എന്നിട്ട് ഉമ്മ അറിഞ്ഞ് ചായ എടുക്കട്ടെ പറഞ്ഞു. ഇമ്മ ഏതാ സൂത്രക്കാരി, ചായ എടുക്കട്ടെ എന്നുണ്ടെങ്കിൽ മുതാപ്പാണ്ട് പോകുമല്ലോ. അപ്പത്തിന് മുതാപ്പ അറിഞ്ഞ് ചായ മാത്രല്ല ഞാൻ ചോറും വെച്ചിട്ടാ പോകുന്നത്. അപ്പൊ അമ്മാന്റെ എന്റെ അമ്മ അമ്മ ഇടങ്ങറായി. ഉമ്മാക്ക് എനിക്ക് ഞാൻ അതിന് പോകണ്ട. അങ്ങോട്ട് രസന്റെ ഐറ്റൊക്കെ കഴിഞ്ഞിക്കണടാ. മുത്താപ്പൊക്കെ രസനേരി പറ്റൂല്ല. എന്നിട്ട് ഉമ്മ വേഗം അവിടുന്ന് മോടിയാ ആശാത്താനോടൊക്കെ പോയി. ആശാത്തിപ്പോ വലിയ രോഗ്യൊന്നും ഇല്ല, പഴയ മരുന്നല്ല. എന്താണാവോ ആശാത്തിപ്പോ വലിയ എന്താന്ന് അറിയില്ല. ആശാത്ത കൊണ്ടൊന്നുമില്ല. അതെന്താ എപ്പോഴും ഇങ്ങനെ ഓരോ സാധനം പോയി മേടിച്ചിട്ടാവും. എപ്പോഴും ചെല്ലുന്നല്ല, പിന്നെ രോഗം കുറച്ചാലും ഉണ്ടാവില്ലല്ലോ. നല്ല 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 അരി ഉണ്ടെങ്കിൽ കുറച്ച് ചോറ് കാണിച്ചാലും ചോറ് വെക്കാനാണ്. നല്ല അരി ഉണ്ടെങ്കിൽ അരി ഏതൊക്കെയാണോ നല്ല അരി ഉണ്ടെങ്കിൽ കാണിച്ചാല് മൂത്താപ്പാക്ക് ചോറ് വെച്ചെടുക്കാനാണ്. ആശാത്ത അറിഞ്ഞ ആശാത്തൊക്കെ എത്ര നാള് കൊണ്ടുപോയത് എന്തേ ചോദിച്ചത്ര. അപ്പം പറഞ്ഞ അത് ഞാൻ തരണ്ടേന്ന്. അല്ല ഞാൻ ഒന്നുകൊണ്ട് പറഞ്ഞല്ല, എന്നാളത് കൊണ്ടത് കഴിഞ്ഞാന്ന് ഞങ്ങൾ മിഞ്ഞാന്നിട്ട് വിളിച്ചു വന്നിട്ടുള്ളേ. അമ്മായി വന്നപ്പോ ചോറ് വെച്ച് കൊടുക്കാൻ വേണ്ടിട്ടേ. അപ്പൊ അതാവൂലേ, മറ്റേത് അതങ്ങനല്ല. ആശാത്തങ്ങൾ കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾ തിരിച്ചു തരുമൊന്നും വേണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനൊന്നും ഇല്ലല്ലേ? അതല്ലടാ, നാള് ഉമ്മ എന്താണ് കുറച്ച് അവിടെ എന്താ കെണിയും വേണ്ടില്ല, കുറച്ച് പണി ഉണ്ടായിരുന്നേ. അപ്പൊ ഉമ്മ ചെയ്തു കൊടുത്തില്ല. പറഞ്ഞിട്ട് നേരമില്ല എന്നിട്ട് പോകുന്നു. ഉമ്മക്ക് ചെയ്തു കൊടുക്കാഞ്ഞില്ലല്ലേ, എന്നാ പിന്നെ നമുക്ക് എന്നും കിട്ടൂലേ? എന്നിട്ട് മോനെ മൂത്താപ്പ ചോറ് കഴിഞ്ഞിട്ട് മൂത്താപ്പാക്ക് ഞങ്ങളോട് നിക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പം തുണി കുപ്പായും മൂത്താപ്പാന്റെ ഇതൊന്നും കൊടുത്തിട്ടില്ല. രാത്രി കഴിക്കുന്ന ഉള്ളിയൊക്കെ കുടിക്കാനൊക്കെ ഉണ്ട്. മൂത്താപ്പ അറിയാം ഞാൻ എന്തായാലും ആയുർവേദിക്ക് വന്നതല്ലേ, ഞാൻ ഇനി ഒരു ദിവസം വരണ്ട്,
കുഞ്ഞാപ്പോ എൻ്റെ ഒപ്പം നിൽക്കാൻ ഞാൻ വരണ്ട് പറഞ്ഞു. അപ്പൊ ഉമ്മ ഏതാ വളകത്തി ഉമ്മ അറിയാം കാക്ക നിങ്ങൾക്ക് താത്താനും കൊണ്ടുവരായിരുന്നില്ല നിങ്ങൾക്ക് രണ്ടാൾക്കോട് ഒരു 5-6 ദിവസം ഇവിടെ നിന്നൂടേന്ന് ഉമ്മ വെറുതെ അറിഞ്ഞാണ്. എന്തേലും പറഞ്ഞിട്ട് പറഞ്ഞാവോ. അപ്പൊ മൂത്താപ്പ അറിയാം 6 അല്ലേ ഞങ്ങൾ ഇന്ന് ഒരാഴ്ച വന്നിട്ട് നിൽക്കണ്ടേ. അത് കേട്ട് എന്റെ മല ബോധം നന്നായി. അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ അപ്പൊ ഉമ്മ അറിയാം താത്താക്ക് കാല് കടച്ചിൽ ഊരവേനൊക്കെ പറഞ്ഞത് ഇവിടെ ആണെങ്കിൽ ഒരു കട്ടല്ലേ ഉള്ളു. താത്താക്ക് കട്ടുമ്പോ കിടക്കാൻ കുഞ്ഞാപ്പൂനാണെങ്കിൽ കട്ടില്ലാതെ ഉറങ്ങാനും പറ്റൂല. താത്ത ഇവിടെ വന്നാ എന്താ ചെയ്യാറപ്പേ വന്നോട്ടെ. എന്നാലും കുഞ്ഞാപ്പൂ വെച്ച് കട്ടുമ്പോ നമുക്ക് മാറി കിടക്കണം ട്ടാന്ന് എന്നാ വളവത്തിയാണ്. മൂത്താപ്പ പോകുമ്പോ മൂത്താപ്പ എന്ത് തരുന്നത് മൂത്താപ്പ അങ്ങനെ കത്തിട്ട് കഴിക്കുക. അപ്പൊ എന്നോട് പറയാം അങ്ങനെ പോയി വരുന്നുണ്ട്. ആരൊക്കെ വരുന്നത് സൈനാത്തി മോളാണ്. എനിക്ക് കുഞ്ഞാപ്പോ അവര് പോയിക്കോട്ടെ. ഞാൻ പോട്ടുന്ന ഇജ്ജ് പോവുന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പരിപാടി ആയിക്കോട്ടെ.